പകുതി വിലയ്ക്ക് സ്കൂട്ടർ വാഗ്ദാന തട്ടിപ്പിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് പ്രതി. CSR ഫണ്ടിന്റെ പേരിൽ കണ്ടെത്തിയത് 350 കോടിയുടെ ക്രമക്കേട്. അനന്തു കൃഷ്ണൻ അറസ്റ്റിലായതിനു ശേഷം പരാതികളുടെ പ്രവാഹം. നിയമസഹായം നൽകുക മാത്രമാണ് ചെയ്തതെന്ന് ലാലി വിൻസെന്റ്. കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ഹോട്ടൽ ഉടമ അറസ്റ്റിൽ. ദേവദാസ് പിടിയിലായത് തൃശൂരിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികളെ രക്ഷിക്കാൻ പോലീസ് FIR-ൽ തിരിമറി നടത്തിയെന്ന് കുടുംബം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകുംഭമേളയിൽ. പ്രയാഗ്രാജിൽ ഗംഗയിൽ സ്നാനം ചെയ്ത് മോദി. യോഗി ആദിത്യനാഥിനൊപ്പം കുംഭമേള സജ്ജീകരണങ്ങളുടെ വിലയിരുത്തൽ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ്. ഉച്ചവരെ 35% പേർ വോട്ട് ചെയ്തു. വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതിയും. മുഖ്യമന്ത്രി അതീഷിയുടെ ഓഫീസിലെ 2 ജീവനക്കാരുടെ പേരിൽ പണം കൈവശം വെച്ചതിന് കേസ്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി ട്രംപ്. പലസ്തീൻ പൗരന്മാരെ ജോർദാനും ഈജിപ്തും സ്വീകരിക്കണമെന്ന നിർദ്ദേശം. വൈറ്റ് ഹൌസിലെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്തെന്ന് പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് നെതന്യാഹു. ട്രംപിന്റെ നിർദ്ദേശം തള്ളി ഹമാസ്. പത്തനംതിട്ടയിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് നേരെ പോലീസ് അതിക്രമം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആളുമാറി ക്രൂരമായി മർദ്ദിച്ചു. SIയും സംഘവും എത്തിയത് ബാറിൽ പ്രശ്നമുണ്ടാക്കിയവരെ തിരഞ്ഞ്. SIക്ക് വീഴ്ചയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. ക്രിസ്മസ് പുതുവത്സര ബമ്പർ വിജയിയെ അല്പസമയത്തിനകം അറിയാം. ബമ്പർ സമ്മാനം 20 കോടി. അവസാന നിമിഷവും ടിക്കറ്റ് വിൽപ്പന സജീവം.